Hello people, it's me Pearlyn and welcome back to my YouTube channel Spring Arts. Audio Jungle. Audio Jungle. Audio Jungle. അപ്പോൾ നമ്മളിന്നൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അങ്ങനെയൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബനിയൻ ലീഫിൽ നിന്ന് എങ്ങനെ ഒരു ഹോം ഡെക്കറായിട്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഒട്ടും കാത്തിരിക്കണ്ട, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ആലികയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബനിയൻ ലീഫാണ്. അത് നമ്മൾ ഓരോ ലീഫ് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ അത് നല്ല രീതിക്ക് നോക്കിയെടുക്കണം കേട്ടോ. അത് നല്ല മുറ്റിയൊരു ഇലയായിരിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് കുഴിയോ കുത്തോ കാര്യങ്ങളൊന്നും പാടില്ല. അതേപോലെ തന്നെ നല്ല വലിയ ഒരു ഇലയായിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമ്മുടെ ബനിയൻ ലീഫ് എടുത്തിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഒരു 3 ആഴ്ചത്തോളം, 3 അല്ലെങ്കിൽ 4 ആഴ്ചത്തോളം ഡിപ്പ് ചെയ്ത് വയ്ക്കാം. അതെന്തിനെന്ന് വെച്ചാൽ ആ ഒരു ഗ്രീനി ലീഫ് അത് അഴുകിയിട്ട് നമ്മുടെ സ്കെൽറ്റൻ പോലെ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ 3 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരിതാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. 3 ആഴ്ച, 3 അല്ലെങ്കിൽ 4 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇതേപോലെ ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ വെള്ളം മാറ്റാറുണ്ട് കേട്ടോ. 3 ആഴ്ചയിൽ ഒരാഴ്ച കൂടുന്തോറും ഞാൻ വെള്ളം മാറ്റാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലായിരിക്കും നമ്മുടെ കയ്യിലൊക്കെ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ഒരു പെയിൻറ്റ് ബ്രഷാണ്, അല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് ആയാലും മതി. എന്നിട്ട് ഒരു പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് അതിൽ നമ്മളുടെ ഒരു ലീഫ് എടുത്തിട്ട് അത് നമ്മൾ ക്ലീൻ ചെയ്യാം കേട്ടോ. വെള്ളം വെച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ വീണ്ടും നല്ല അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ടാവും. അത് നമ്മൾ ഈ ബ്രഷ് വെച്ച് നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതേപോലെ ഒരു വിരൽ അത് ആ വെയിന് തുടങ്ങുന്ന സ്ഥലത്ത് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ വെയിനിൽ നിന്നായിരിക്കും കീറിപ്പോരുന്നുണ്ടാവുക. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വിരൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. അത് നമ്മൾ എന്തിനെന്ന് വെച്ചാൽ അല്ലയുടെ ഇടയ്ക്ക് കുറച്ച് വെള്ളത്തിൻ്റെ പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒപ്പി എടുക്കുക കേട്ടോ. അല്ലാതെ സ്ക്രബ് ചെയ്താൽ ഇല കീറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ആലില നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ കണ്ടെയ്നറിൻ്റെ അകത്ത് കിടക്കുന്ന എല്ലാ ഇലകളും ഞാൻ ഇതേപോലെ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ട് ഞാനിനി കാണിക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ആലിലകളും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫ്ലവർ വേസിൻ്റെ അകത്ത് ഇതെങ്ങനെ ഇട്ട് വയ്ക്കാം നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഈർക്കിൽ നമുക്ക് വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈർക്കിലിൻ്റെ ഏറ്റവും മേളിലത്തെ ഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കണം. അതേപോലെ വളയ്ക്കുമ്പോൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ടൈപ്പായിരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ഒരു വൈറ്റ് ഗ്ലൂ ആണ്. അത് നമ്മൾ നല്ല സൂക്ഷിച്ച് നമ്മൾ ഈ ആലിലയുടെ വെയിനിൽ നല്ല സൂക്ഷിച്ച് വയ്ക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ വയ്ക്കുമ്പോഴേക്ക് തെറ്റായിട്ടായിരിക്കും വയ്ക്കുന്നുണ്ടാവുക. പിന്നെ 2-3 ഇലയൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്കതിൻ്റെ ഒരു ടെക്നിക്ക് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല പാടെടുത്ത് ചെയ്യേണ്ട ഒരു പണി തന്നെയാണ് കേട്ടോ. നമ്മളിത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഇളകി വരുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൊന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, എളുപ്പമായിരിക്കും കേട്ടോ ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഈർക്കിലി ആലിലയുടെ വെയിനിൽ നമ്മൾ വയ്ക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റിക്കാവത്തില്ല, പിന്നീട് സ്റ്റിക്കായിരിക്കും. ആ ഒരു സമയത്ത് പിന്നെ അതിന് ശേഷം നമ്മൾ ആ ഒരു ആലിലേനെ മൂവ് ചെയ്യാൻ പാടില്ല കേട്ടോ. മൂവ് ചെയ്താൽ ആ ഒരു ആലില ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. ആ ഇറുക്കിലിട്ട് ഇളകിപ്പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ.
നമ്മളുടെ ആലിലയൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ആലിലയും ഈർക്കിലൊക്കെ നമ്മൾ ഒട്ടിച്ചൊക്കെ വെച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ആലിലയിൽ കളർ അടിക്കാൻ പോവുകയാണ്, വെച്ചാൽ പെയിൻ്റ് അടിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഏത് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിയോൺ കളേഴ്സാണ്. അപ്പോൾ നിയോൺ കളേഴ്സ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിവിടെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വെള്ള പേപ്പറിൻ്റെ മേളിൽ നമ്മുടെ ആലില വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് നമ്മൾ ഈ നിയോൺ കളേഴ്സ് അടിക്കാൻ പോകുന്നത്. ഞാൻ നിയോൺ കളേഴ്സ് എന്തിനാണ് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ചെറിയൊരു പീസ് സ്പോഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു നിയോൺ പെയിൻറ് നമ്മുടെ ആലിലയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരു വിരൽ നമ്മുടെ ഈ ആലിലയുടെ വെയിനിലൊന്നും വെക്കാത്ത, അല്ലെങ്കിൽ കീറിപ്പോകാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ആലില കംപ്ലീറ്റ്ലി നിയോൺ കളർ വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരൊറ്റ സൈഡാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അത് മറിച്ചിട്ട് അടുത്ത സൈഡിലും നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആലില കംപ്ലീറ്റായി കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ആലില നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും നല്ല രീതിക്ക് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫിലമെൻ്റ് ടൈപ്പായിട്ട് ഇരിക്കുന്നതൊക്കെ. അപ്പോൾ അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്ക്രബ് ചെയ്യുന്നത് നല്ല സോഫ്റ്റായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ അതങ്ങ് പൊയ്ക്കോളും. അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് ഉണങ്ങി നമ്മൾ അലമ്പായിപ്പോവും, ആകെ അലമ്പായിപ്പോവും. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഇത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യം നല്ലോണം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉണങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ആ ഒരു നിയോൺ കളേഴ്സിൽ ടോട്ടൽ 4 കളേഴ്സ് ഉണ്ട്. അപ്പോൾ 4 കളറും വെച്ചിട്ട് ഞാൻ പല പല ഇലകൾ 4 കളർ വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ മറ്റൊരു കിടക്കാച്ചി വീഡിയോ വരുന്നതുവരെ ബൈ.